ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമായിട്ട് കുരുമുളകാണ്. നമുക്ക് മീനൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മസാല പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക്, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നാരങ്ങ നീര് കൂടെ, ഒരു മുറി നാരങ്ങ നീര് കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് പീഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മീനിന്റെ പുറത്ത് പുരട്ടാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാനാണ് നമ്മളിപ്പോൾ നാരങ്ങ നീര് കൂടി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് മാത്രമല്ല, ഒന്നും കൂടി ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് നാരങ്ങ നീരിൽ മാത്രമായിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കി. അതിനുശേഷം എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ കൂടി നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി മീനിന്റെ മേലെ പുരട്ടാൻ രീതിയിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസ് ആവണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ലൂസ് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കേട്ടോ. നമ്മൾ എടുത്തത് നമുക്ക് മീന്, നമ്മൾ ഉദ്ദേശിച്ച മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നമുക്ക് കടൽ വറ്റ കിട്ടി. അപ്പൊ അത് ശരിക്കും ഇതിന് പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമ്മുടെ മീൻ ചെറുതായിട്ട് പൊടിഞ്ഞൊക്കെ പോയി. അപ്പോൾ വേറെ നല്ല മീനുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീന് വറ്റിയും. അപ്പോൾ അതാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല നമ്മളെ മീനിലേക്ക് നമ്മൾ ഇനി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മസാല മാത്രം ഉണ്ടാക്കിയത്, നമ്മൾ 5 പീസ് ആണ് നമ്മൾ മീനായിട്ട് എടുത്തത്. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള മസാല മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ മസാല നമ്മൾ എന്ത് ചെയ്യാണ്, തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണത്തിലും കൃത്യമായിട്ടുള്ള അളവിൽ മീനിന്റെ മേല് തേച്ച് കിടക്കാൻ നമുക്ക് മസാല കൊണ്ട് കഴിയണം. അതിനനുസരിച്ചുള്ള മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ഏകദേശം മസാല നമ്മൾ മീനിന്റെ പുറത്ത് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഏകദേശം സമയമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാം. സാധാരണ ഞങ്ങൾക്ക് സമയം ഉണ്ടാവാറില്ല. 8 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് തന്നെ എത്താറ്. അപ്പൊ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചടപടയെന്ന് പരിപാടികളൊക്കെ ചെയ്യും. ഇന്ന് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ധൃതിയില്ലാതെ കാര്യങ്ങൾ ചെയ്യാലോ. അപ്പൊ നേരെ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മീൻ ഇനി വെക്കണം കേട്ടോ. എത്ര സമയം വെക്കാൻ പറ്റുമോ അത്ര സമയം വെക്കുക. അത്രയും നല്ല രീതിയിൽ മസാല മീനിൽ പിടിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റിന്റെ മുകളിൽ മീൻ എന്ത് ചെയ്തു, ഫ്രീസറിൽ വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മീന് ഫ്രീസറിൽ കിടക്കട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നെടുക്കാം. ആ സമയത്ത് നമുക്ക് പച്ചക്കറി കുറച്ച് അരിഞ്ഞെടുക്കാനുണ്ട്. സവാള, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ 3 ഐറ്റം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, അതുകൂടെ ചെയ്തു വെക്കാം. അപ്പൊ നമ്മൾ 2 ഫുൾ സവാള അരിഞ്ഞെടുക്കാണ് കേട്ടോ. അങ്ങനെ സവാള ഏകദേശം നമുക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി 4 5 അല്ലി വെളുത്തുള്ളി കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നീളത്തിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക് നമ്മൾ നെടുകെ മുറിച്ചുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ്. കാരണം നമ്മുടെ ഫിഷ് മോളിയിൽ, ഗ്രേവിയിൽ ഇതൊക്കെ പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളകിന്റെ പരിപാടി കഴിഞ്ഞു. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഈ 4 ഐറ്റവും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തത്. നമ്മൾ ചിരകിയെടുത്തുള്ള തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. കാരണം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ കൂടെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഓണത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാട് സമയത്തൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മീൻ കൂടെ എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ. അപ്പൊ ഏകദേശമൊക്കെ മീന് മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ പാൻ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത മീന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വറ്റയാണ്. വറ്റ ഒരു പുഴമീനിന്റെ ഒക്കെ പോലത്തെ ഉള്ളൊരു മാംസമുള്ള ഒരു മീനാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വെന്ത് വന്നു കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ
അതിന് പകരം വേറെ ഏത് മീൻ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വറ്റ എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ മീൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അത് മതിയാവില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിലേക്ക് നമ്മൾ കറുകപ്പട്ട, കറുവാമ്പു, അതേപോലെ തന്നെ 2-3 ഏലക്കായ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ഇട്ടു. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഇത് 3 കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളിയുടെ ആദ്യ പരിപാടി നമ്മൾ ആരംഭിച്ചു കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ പൊടിക്കൂട്ടുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ 2 അല്ലി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിരകി വെച്ച് പിഴിഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ അവസാന ഘട്ടത്തിലും വേണം. അത് നമ്മൾ വെള്ളം ചേർക്കാത്തതും ഇപ്പൊ ചേർക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് നീട്ടിയതുമാണ് കേട്ടോ. പൊടിക്കൂട്ടുകളിൽ അവസാനമായിട്ട് കുരുമുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി നല്ല രീതിയിൽ ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞ് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീന് നമ്മുടെ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ നല്ല രീതിയിൽ മുങ്ങി നിൽക്കുന്ന അളവിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതിന്റെ മേലെ ഒരു തക്കാളി ചെറിയ രീതിയിൽ അരിഞ്ഞത് മേലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ വേവണം ഒന്നൊന്നുമില്ല. ചെറിയ അതിന്റെ ഒരു പൊളിപ്പൊന്ന് ഈ ഒരു കറിയിലേക്ക് ചേരണം. അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ വെള്ളം ചേർക്കാത്തത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് ചെറിയ രീതിയിൽ തീയൊന്ന് കുറയ്ക്കുക. അതിനുശേഷം പതുക്കെ നമ്മൾ മീന് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയുടെ 2 സൈഡിലും പിടിച്ചിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫിഷ് മോളി. അടിപൊളി ഐറ്റം ആണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക. മീന് നല്ല രീതിയിലുള്ള മീൻ, അതായത് പൊട്ടിപ്പോവാത്ത ടൈപ്പ് മീനുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ഒരു ഗ്രേവി പതുക്കെ നമുക്ക് കയ്യിൽ കൊണ്ട് മീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മറ്റത് മീൻ പൊട്ടിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കഴിച്ചു നോക്കാം. നമ്മൾ കുറച്ച് പത്തിരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് പത്തിരിയാണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി നമ്മുടെ ഫിഷ് മോളി വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സംഭവം പത്തിരിയിലേക്ക് വെള്ളപ്പത്തിലേക്കൊക്കെ അടിപൊളി ഐറ്റം ആണ്. ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.